എന്തിനെതിരെയാണ് കരിങ്കൊടി? അത് പറയുന്നുണ്ടോ? BJPയുടെ നയത്തെ ന്യായീകരിക്കുന്ന സമീപനം. കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന BJPക്ക് കേരള വിരുദ്ധ മനസ്സ് രൂപപ്പെട്ടിരിക്കുന്നു. ആ കേരള വിരുദ്ധ മനസ്സിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അവസ്ഥ കോൺഗ്രസിനും ഉണ്ടായിരിക്കുന്നു. അതല്ലേ വസ്തുത? നിങ്ങൾ ഇത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. ജനങ്ങൾ എങ്ങനെയാണ് എടുത്തത്? ജനങ്ങൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ കുറച്ചു കാലമായിട്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ കൂടെയുള്ളവർ, നിങ്ങളുടെ കൂടെയുള്ളവർ ഇന്ന് രാവിലെ 3 പ്രധാനപ്പെട്ടവരാണ് രാവിലത്തെ സദസ്സിൽ പങ്കെടുത്തായിട്ട് കണ്ടത്. അതിലൊരാൾ പറയുന്നുണ്ടായിരുന്നു, ഞാൻ കൗൺസിലറാണ്, ഞാൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. പക്ഷേ ഇവിടെ വന്ന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത് സ്വാഭാവികമല്ലേ? മന്ത്രിസഭയാകെയല്ലേ ഇരിക്കുന്നത്? പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള അവസരമല്ലേ? ഇത് ആറ്റിങ്ങലിൽ കണ്ട കാഴ്ച മാത്രമല്ല, കേരളത്തിൽ എല്ലാവരെയും നിങ്ങൾ കാണുകയാണ് കാഴ്ച. ഇവരുടെ കോൺഗ്രസിന്റെ പ്രധാനികൾക്ക് ബഹിഷ്കരണം ബോധ്യമായി. ഇവിടെ എത്തുന്ന 10,000 എല്ലാ ആളുകളും, എല്ലാ അഭിപ്രായക്കാരുമല്ലേ, നാടിന്റെ ലക്ഷ്യത്തല്ലേ എത്തുന്നത്. ഇതിൽ നിന്ന് എന്തെങ്കിലും ഉൾക്കൊള്ളാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ? കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നുണ്ടോ? നാടാകെ എങ്ങനെ സംഘർഷമയമാക്കാം എന്നാണ് ആലോചിക്കുന്നത്. എന്നാൽ തീർത്തും ആരോഗ്യകരമായ സമീപനം നമ്മുടെ ബഹുജനങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നു. കേരളത്തിൻ്റെ ഒന്നിച്ചുള്ള വികാരം ഈ നാടിനെ തകർക്കാൻ അനുവദിക്കില്ല എന്ന നിലയിൽ ഉയരുന്നു. അതാണ് നമുക്ക് കേരളത്തിൻ്റെ ഈ കഴിഞ്ഞ എല്ലാ പരിപാടികളിലും, കഴിഞ്ഞ 13 ജില്ലകളിലും 14ാമത്തെ ജില്ലയിലും എല്ലാം കാണുന്നത്.